സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ആഗോള സഭയിലെ ഈ 14-ാമത്തെ ഞായറാഴ്ച ഓർഡിനറി ടൈം, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയുന്ന കാര്യം, നമ്മളുടെ ജീവിതം ദൈവവചനത്താൽ നയിക്കപ്പെടട്ടെ. ദൈവവചനത്താൽ നയിക്കപ്പെടട്ടെ. മീൻ വെള്ളത്തിൽ എങ്ങനെ കിടക്കുന്നു, അതുപോലെ നാം ദൈവവചനത്തിലായിരിക്കട്ടെ. നമുക്കറിയാം, മീൻ വെള്ളത്തിൽ നിന്ന് പുറത്തിയാടിയാൽ അതിന് ശ്വസിക്കാൻ പറ്റില്ല, ചത്തുപോകും. നമ്മളുടെ ജീവിതം ദൈവവചനത്താൽ, വെള്ളത്തിൽ എങ്ങനെ മീനാണോ അതുപോലെ ദൈവവചനത്താൽ നിറഞ്ഞിരിക്കട്ടെ, ദൈവവചനത്താൽ പൊതിഞ്ഞിരിക്കട്ടെ എന്നാണ്. അവിടെയാണ് നമുക്ക് ജീവിതം, സൗഖ്യവും അനുഗ്രഹവും കൃപകളും എല്ലാം ലഭിക്കുക. ദൈവവചനത്തിലൂടെയാണ് ദൈവം എല്ലാം പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഈശോ പറഞ്ഞു യോഹന്നാൻ 6:53 ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവം എല്ലാം സൃഷ്ടിച്ചത് എൻ്റെ വചനത്താലാണ്. ദൈവം അരുളി ചെയ്തു, ഉണ്ടാകട്ടെ, അവ ഉണ്ടായി എന്ന് ഉൽപ്പത്തി 1 നാം വായിക്കുന്നുണ്ട്. എല്ലാം ദൈവം സൃഷ്ടിച്ച് തൻ്റെ വചനം അയച്ചുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചു, ഇന്നും ആ വചനം അവയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്. എബ്രായർ 1:3 ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്താൽ ദൈവം എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. പ്രഭാഷകൻ 43:26 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം അതിൻ്റെ നിശ്ചിത മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും, ജീവജാലങ്ങളും വൃക്ഷങ്ങളും ചെടികളും പൂക്കളും എല്ലാം ദൈവവചനം അതിലുള്ളത് കൊണ്ടാണ് അത് കൃത്യമായി അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണവും ചന്ദ്രനും സൂര്യനും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും അതിലെല്ലാം ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഒരു മാറ്റവും ഇല്ലാതെ, ആറ്റമിക് ക്ലോക്കൊക്കെ എന്ന് പറയുന്ന പോലെ ഒരു സെക്കൻഡ് പോലും മാറ്റമില്ലാതെ സമയം പാലിക്കപ്പെടുന്നു. കാരണം എന്താ? ദൈവവചനം. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും സർവശക്തനുമായ ദൈവത്തിൻ്റെ ആത്മാവും ശക്തിയുമായ ദൈവവചനം അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളോടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ ഇന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനം നമുക്ക് കുറഞ്ഞു പോയതുകൊണ്ടാണ്. മീൻ വെള്ളത്തിൽ നിന്നും അതിൻ്റെ ചെകിളകളിലൂടെ വെള്ളത്തിലൂടെയുള്ള ഓക്സിജനാണത് എടുത്തുകൊണ്ടാണ് ശ്വസിക്കുന്നത്. അതിൻ്റെ രക്തത്തിനും വളർച്ചയ്ക്കൊക്കെ വേണ്ട കാര്യങ്ങൾ വെള്ളത്തിലുള്ള ഓക്സിജനാണ് അതിൻ്റെ. ഇപ്പം നമ്മളുടെ ജീവിതം, നമ്മൾ ദൈവവചനത്തെ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് വളർച്ചയുണ്ടാകേണ്ടത്. നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ എവിടെ മനുഷ്യൻ ദൈവവചനത്തിൽ നിന്നും പുറത്തിയാടിയോ അവിടെയാണ് പ്രശ്നങ്ങൾ മുഴുവനും. വെള്ളത്തിൽ നിന്ന് മീൻ പുറത്തിയാടുന്ന പോലായിപ്പോയി, ജീവനില്ല. എസെക്കിയേൽ 37 പറഞ്ഞില്ലേ, വെറും അസ്ഥിപഞ്ജരമായി മാറിയിരിക്കുന്നു, അസ്ഥികളുടെ താഴ്വരയാണ്, ഇവയ്ക്ക് എങ്ങനെ ജീവൻ വെക്കാനാകുമോ എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ, നിനക്കറിയാമല്ലോ എന്ന് കർത്താവിനോട് എസെക്കിയേൽ പറഞ്ഞിട്ട് പറയുകയാണ്. ഇതാ കർത്താവ് പറഞ്ഞു, നീ അസ്ഥികളുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് അവയോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക. ദൈവവചനം സംസാരിച്ചപ്പോൾ അവ കിരീരാ ശബ്ദത്തോടെ ഒരുമിച്ചേറി അവയ്ക്ക് ജീവനുണ്ടാകും. മാംസം വെച്ച് പിടിക്കുകയും അവ വീണ്ടും വചനം പറഞ്ഞപ്പോൾ അവയ്ക്ക് ചർമ്മം ഉണ്ടാകുകയും പിന്നീട് അവയോട് 4 വായ്ക്കളിൽ നിന്ന് ജീവൻ്റെ ശ്വാസമേ വന്നറിയുക എന്ന വചനത്തോട് അരുളി ചെയ്തപ്പോൾ അവ ജീവനുണ്ടായി എഴുന്നേറ്റ് നിന്നു വന്നു. ഇസ്രായേൽ ജനമാണ് എന്ന് പറയുമ്പോൾ ദൈവജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന ജനമാണ് ദൈവജനം. നമ്മളിന്നെല്ലാം ഒരു ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാം ഒരു ചടങ്ങ് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കൂട്ടായ്മയുടെ ഒരു കാര്യം ഞാൻ പറയും. നമ്മൾ പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ലീലു ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടിട്ടുണ്ട്, ദൈവവചനത്തിന് കുറവ് വന്നിട്ടുണ്ടല്ലോ, വചനം വായിക്കാറില്ലല്ലോ എന്നാണല്ലോ കർത്താവ് പറയുന്നത്.
അപ്പോൾ ഇല്ലല്ല, ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ സങ്കീർത്തനം വായിക്കുന്നുണ്ട് ഓരോ ദിവസവും, എല്ലാ ദിവസവും അല്ലേ. സങ്കീർത്തനം 91, സങ്കീർത്തനം 23, സങ്കീർത്തനം, ഇങ്ങനെ കുറേ സങ്കീർത്തനം എടുത്തു വെച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മൾ ശരീരത്തിന് വേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു ഭക്ഷണം തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക ഗുണം കിട്ടില്ല. അപ്പോൾ ബാലൻസ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഡോക്ടറുടെ അടുത്ത് എന്താ പറയും, നിങ്ങളെല്ലാം കഴിക്കണം, സസ്യങ്ങളും അല്ലെങ്കിൽ പ്രോട്ടീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കഴിക്കണമെന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചില വചനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് വായിച്ചാൽ പോരാ. നമ്മൾ ആ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനത്തിൽ നമ്മളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. തിമോത്തിയോട് പറഞ്ഞ പോലെ വചനം ശാസനത്തിനും തെറ്റുതിരുത്തലിനും വേണ്ടിയാണ്. വീണ്ടും വചനം അയച്ചാണ് സൗഖ്യം നൽകുന്നത്. മരുന്നോ ലേപനോ ഔഷധമോ പോലെ ദൈവമേ അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. അതല്ലേ നമ്മളിതെല്ലാം പലപ്പോഴും കേട്ടു. പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് വന്ന ഏറ്റവും വലിയ കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം വായിക്കാറില്ല. പല കാര്യങ്ങളും നമുക്കറിയാം, എന്തുമാത്രം പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. എന്നോട് ആദ്യകാലങ്ങളിലൊക്കെ നവീകരണ അനുഭവത്തിലേക്ക് വന്ന സമയത്ത് ചിലരൊക്കെ കുറേയധികം പുസ്തകങ്ങൾ, വിശുദ്ധരുടെയൊക്കെ കാര്യം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ലോ കേട്ടോ, തെറ്റിദ്ധരിക്കണം. നമ്മൾ വായിക്കണം, ഇഷ്ടംപോലെ പുസ്തകങ്ങളൊക്കെ വായിക്കണം. പക്ഷേ ദൈവവചനവും സാധാരണ മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകവും ദൈവം എഴുതിയ ഒരു പുസ്തകവും വ്യത്യാസമുണ്ട്. ദൈവം എഴുതിയ, ദൈവത്തിൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ട, അല്ലേ, മോശയ്ക്ക് 10 കൽപ്പന നൽകിയപ്പോൾ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് പാറയിൽ തീജ്വാല കൊണ്ട് എഴുതിയ ആ കൽപ്പലകളിൽ എഴുതി കൊടുത്ത് ദൈവം എഴുതി കൊടുത്താണ്. അതിന് വ്യത്യാസമുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തുമാത്രം പുസ്തകങ്ങളാണ് വായിക്കുക, അറിവ് കിട്ടും. പക്ഷേ ദൈവവചനം നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെയല്ല. സാധാരണ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ബുക്കോ നോവലോ എന്തെങ്കിലും അല്ലെങ്കിൽ ചരിത്രരേഖ എന്തൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുകൊണ്ട് തലച്ചോറിലേക്ക് നമ്മളത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലേ. ചിലതൊക്കെ കാണാൻ പഠിക്കുന്നു, കുറേ കഴിയുമ്പോൾ ചിലതൊക്കെ മറന്നു പോകുന്നു. ഞാൻ പറയും സാധാരണ എല്ലാ പുസ്തകങ്ങളും അത് പാസീവാണ്, കടന്നു പോകുന്നതാണ്. നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നു, തലച്ചോറിലേക്ക് കയറുന്നു, കുറേ കഴിയുമ്പോൾ മറന്നു പോകുന്നു, പാസീവാണ്. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം പാസീവല്ല, ദൈവവചനം ആക്റ്റീവാണെന്നാണ് പറയുക. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ആറ്റമിൻ്റെ ഘടന, അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ആക്റ്റീവാണെന്നുണ്ടാകും. ന്യൂട്രോൺസും പ്രോട്ടോൺ ഇലക്ട്രോൺസും. അത് ഇലക്ട്രോൺസ് എപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു വസ്തുവിലൂടെ ഇലക്ട്രോൺസ് ആക്റ്റീവായതുകൊണ്ടാണ് പറയുന്നത്. ചലനാത്മകമാണ്. അപ്പം നമ്മുടെ ദൈവവചനത്തിന് ആക്റ്റീവാണെന്ന് പറയുമ്പോൾ ദൈവവചനം അത് ശക്തിയാണ്. ദൈവവചനം ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവവചനം ദൈവത്തിൻ്റെ ആത്മാവാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ വചനം അയച്ച് നമ്മളെ വിടുവിക്കുന്ന ദൈവം. പലപ്പോഴും ഞാൻ സങ്കീർത്തനം 107 വായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് 4 മേഖലകളെക്കുറിച്ച് അവിടെയെല്ലാം ദൈവത്തെ തേടിയപ്പോഴാണ് നേരെയായതെന്ന് പറയുന്ന, പ്രത്യേകിച്ചും സങ്കീർത്തനം 107, 16, 17, 18 വചനങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചിലർ രോഗികളായി, എന്നാൽ ദൈവം അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ച് ദൈവം അവിടുത്തെ വചനം അയച്ച് അവരുടെ വചനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ രോഗികളായി തീർന്നത്. വചനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുള്ളത്. ഇടയ്ക്ക് ഓർപ്പിച്ചു, പാലത്തിന് തൂണ് പോലെയാണ് ദൈവവചനം. ചതുപ്പ് നിലത്തോടെ ഒരു പാലം പണിയുമ്പോൾ അതിൻ്റെ ആ തൂണിലാണ് ആ പാലം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഈ ദൈവവചനം അതുപോലുള്ള തൂണുകളാണ് ദൈവവചനം. നമുക്ക് വചനം നഷ്ടപ്പെട്ടാൽ ജീവിതം വഴി തകർന്നു വീഴും, മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ദൈവവചനം വീണ്ടും പറയാണ്, നമുക്കറിയാം എബ്രായർ 4:12 പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനമാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ്. എബ്രായർ 4:12 പറയുന്നുള്ളത് ദൈവത്തിൻ്റെ വചനം സജീവവും, ഞാൻ പറഞ്ഞില്ല ആക്റ്റീവാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്, നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഒരു സ്കാനിങ് നമ്മുടെ MRI മെഷീനിലേക്ക് കയറുന്ന പോലെയാണെന്ന് പറയുന്നത്.
അല്ലെങ്കിൽ എക്സ്റേ നമ്മളെ സ്കെലറ്റനൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എക്സ്റേ കൊണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെയാണ് ദൈവവചനം നാം വായിക്കുമ്പോൾ ദൈവം നമ്മളെ ഒരു സ്കാനിങ് നടത്തുകയാണ്. നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി സ്കാനിങ് നടത്താം. അല്ലെ നമ്മൾ പറയും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആണ്ടിലൊരിക്കലെങ്കിൽ എക്സ്റേ എടുക്കണമെന്ന് പറയും, ഒരു ബാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ദൈവവചനം എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ നമുക്ക് പലതും ഈ MRI എക്സ്റേ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് നമ്മുടെ രോഗമുണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യും. ഇതാണ് ഈ പറഞ്ഞത്, ഇരുതല വാളിനേക്കാൾ ലേസർ ബീമിനേക്കാളും ശക്തിയേറിയതാണ് ദൈവവചനം. അത് ചേതനയിലും എന്താണ് ബുദ്ധിയിലും ചിന്തയിലും ആത്മാവിലും നമ്മുടെ ആത്മാവിലും സന്ധിബന്ധങ്ങളെ ശരീരത്തിന് സന്ധിബന്ധങ്ങൾ എന്ന് പ്രശ്നമല്ല. നട്ടലിന് വേദന, മുട്ടിന് വേദന, കൈക്ക് വേദന, കാലിന് വേദന, സന്ധിബന്ധങ്ങളിലും മജ്ജയിലും എല്ലിൻ്റെ ഉള്ളിൽ വരെ തുളച്ചു കയറുന്ന അല്ലേ ചില സ്കാനിങ് ലേസർ പോലെയാണ് ദൈവവചനം. വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല, പക്ഷേ നമ്മളെ ദൈവത്തിൻ്റെ സ്കാനിങ് മെഷീനാണ് ദൈവവചനം. നമ്മളെല്ലാ ദിവസവും ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും നമ്മൾ വായിച്ചിരിക്കണം. അത് നമ്മൾ എല്ലാ ദിവസവും ഒരുമിച്ച് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഉൽപ്പത്തിയിൽ ഒരു അധ്യായം വായിക്കുക, അത് പഴയ നിയമത്തിൽ ഒരു അധ്യായം വായിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ അധ്യായം വെച്ച് നമുക്കത് സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് എത്ര നേരം ഇരിക്കണം, ഒരു എമർജൻസി ഇപ്പോൾ എത്ര നേരം ഇരിക്കണം അവിടെ. അപ്പം നമ്മൾ എല്ലാ ദിവസവും അല്പം സമയം മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടായ്മയിൽ പലപ്പോഴും മിക്കവാറും സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന പോലെ കർത്താവിൻ്റെ ജ്ഞാനത്തോടെ കർത്താവ് പറയുന്നതാണ്, ഒരു വചനം വായിക്കുന്നില്ല, ഇപ്പോൾ വചനം ധ്യാനിക്കുന്നില്ല, വചനം കേൾക്കുന്നില്ല, വചനത്തിൽ ജീവിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഞാൻ പറയും, നവീകരണ അനുഭവത്തിന് മുമ്പ് എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ബൈബിളുണ്ട്, പക്ഷേ തൊട്ട് നോക്കിയിട്ടില്ല. വല്ലപ്പോഴും അന്നൊക്കെ സന്ധിക്കൊന്നും വചനമൊന്നും വായിക്കുകയൊന്നുമില്ല. അല്ലോ മറ്റുള്ള ചില സഭക്കാരൊക്കെ വചനമൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ കളിയാക്കേണ്ട ഒരു പണിയൊന്നുമില്ല, ഇവർക്ക് ഇങ്ങനെ ബൈബിളും കൈപ്പിടിച്ച് നടക്കുന്നു പറയും. പ്രിയമുള്ളവരെ, ഞാനത് പറയുന്നത് കത്തോലിക്ക സഭയിൽ എല്ലാമുള്ള കുദാശകൾ മുഴുവനും ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു അവസ്ഥയാണ് കത്തോലിക്ക സഭയിൽ എന്ന് പറയും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറവാണ് ദൈവവചനത്തിന്. ആണ് ഈ നവീകരണ അനുഭവത്തിലൂടെ ദൈവം അതും പൂർത്തിയാക്കി. വചനവും ആത്മാവും കുദാശയും എല്ലാം കൂടെ നമുക്കിന്ന് സാത്താനോട് പോരാടി ജയിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിന് നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയും വചനം പാലിക്കാനുള്ള മറിയം എന്താ, പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞു നോക്കി. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ഈ പറഞ്ഞതിനെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു നമ്മൾ, ഡു വാട്ട് എവർ ഹീ ടെൽസ് യു ടു ഡു. അവൻ പറഞ്ഞതുപോലെ ദൈവവചനം പാലിക്കുക എന്നാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമ്മൾ ജപമാല 153 360 ഒക്കെ ചെല്ലിക്കുക. പക്ഷെ അമ്മ ഒറ്റ കാര്യം പറയാൻ പോകുന്നത് നമ്മളോട്, നൊവേനയോ എന്തെല്ലാം കഴിഞ്ഞാൽ അമ്മ പറയും, മക്കളെ നിങ്ങൾ ദൈവവചനം പാലിക്കണം, അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഇത് വലിയൊരു അത് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ചുമ്മാ അന്ന് നമ്മളിങ്ങനെ അമ്മ സഭ അല്ലെങ്കിൽ മാർപ്പാപ്പ ഉണ്ടാക്കി വെച്ചിരുന്നു. മാതാവിനെ അമ്മയായി നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ അമ്മയെ ഓർക്കണം. അനുദിന കുർബാനയിൽ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇല്ല പരിശുദ്ധ അമ്മയെ ഓർക്കുന്നുണ്ട് ഓരോ ബലിയിലും. അപ്പോൾ ഇത് കർത്താവിൻ്റെ നിയമമാണ്. അല്ല, യേശു മരിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യമാണ്, ഇതാ നിന്റെ അമ്മ, തൻ്റെ സ്വന്തം അമ്മയെ ഈ ഭൂമിയിൽ തനിക്ക് ജന്മം നൽകി തന്നെ കുരിശിൽ തൻ്റെ ബലി പൂർത്തിയാക്കാവുന്നത് വരെ തന്നെ സഹായിച്ച് ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. ഇതാരാ? പരിശുദ്ധ അമ്മ നിറവേറ്റി. കൂടെ നടന്ന അപ്പസ്തോലന്മാരെയൊക്കെ ചൂണ്ടിക്കൊരണം ആദ്യം യേശു പറഞ്ഞെങ്കിലും അവരാരുമില്ല. 12 പേരിൽ ഒരാൾ, അതും പരിശുദ്ധ അമ്മ ആ കുരിശിൻ്റെ വഴിയെ പോകുന്നത് കണ്ടുകൊണ്ടാണ് പിന്നീട് യോഹന്നാൻ പുറകെ വന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ മാത്രമാണ് പൂർണ്ണമായും ദൈവപിതാവിൻ്റെ വചനം നിറവേറ്റിയത്. ആ അമ്മ കുരിശിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സാധാരണ ഒരു അമ്മയാണെങ്കിൽ ബോധം കെട്ട് താഴെ വീഴും. എന്തുമാത്രമാണ് കണ്ടത്? അമ്മ പുത്രൻ്റെ കൂടെ അടിക്കുന്നതും പുറകെ കുരിശെടുത്തോണ്ട് പോകുന്നതും വീഴുന്നതും അതെല്ലാമായിട്ട് അമ്മ പുത്രൻ്റെ പുറകെ പോവുകയാണ്. ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് ഈ ഭൂമിയിൽ പരിശുദ്ധ കന്യക മറിയമാണ്. അതുപോലെ ഒരാളില്ല വേറെ, മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ
നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചതാണുള്ള ഏജൻസിയൊന്നുമല്ല അമ്മ. സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഏജൻസി എന്ന് ഞാൻ പറയും. സ്വർഗത്തിൽ പോകാനായിട്ട്, ദൈവവചനം പാലിക്കാനായിട്ട് വേറൊന്നും പറയുന്നില്ല. വചനത്തിൽ നോക്കി പരിശുദ്ധ അമ്മ, നമ്മളെ അമ്മ നമുക്കൊണ്ട് അങ്ങനെ യോഹന്നാൻ 19 ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. അതിലൂടെ നമുക്ക് സഭയ്ക്കാണ് തൻ്റെ ബന്ധുക്കളെ നോക്കണം. തൻ്റെ പുരുഷൻ്റെ ചൂടിൽ യേശുവിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയപ്പ മറിയും എന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൾ. പക്ഷേ യേശുവിൻ്റെ പുരുഷൻ്റെ ചൂടിൽ പലരുമല്ല വേറെ മക്കളൊന്നുമില്ല. യേശുവിൻ്റെ സഹോദരങ്ങൾ ആരും അവിടെ കാണുന്നില്ല അല്ലേ? നമ്മൾ ബൈബിൾ വായിക്കുന്നത് തന്നെ ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, ജോസേ, ഇവരൊക്കെ പറഞ്ഞു, യൂദ, ഇവരൊക്കെ പറയുന്നുണ്ട് ഇവരുടെ സഹോദരിമാർ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ ചൂടിൽ യേശുവിൻ്റെ അമ്മയ്ക്ക് പിറന്ന ഒരു മക്കൾ അവിടെ കാണുന്നില്ല. കാരണം യേശു മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ അമ്മ. അവൾ കന്യകയായിരുന്നു. അവൾ മരണം വരെയും കന്യകയായിരുന്നു. ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. സാത്താനോട് പോരാടാനായിട്ടുള്ള ദൈവത്തിൻ്റെ ആയുധങ്ങളെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും പിടിച്ചു നിൽക്കാനും നിങ്ങൾ കർത്താവിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവവചനം ഏറ്റവും വലിയ ആയുധമാണ്. ദൈവവചനം അല്ലേ? പൗലോസ് എഫേസ്യർ 6 പറഞ്ഞിരിക്കുന്നില്ലേ, വചനമാകുന്ന വാള് നിങ്ങൾ കയ്യിലെടുക്കുവിൻ. ദൈവവചനം പാലിക്കുന്നവർക്ക് സാത്താന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ദൈവവചനം ഇരുതല വാളാണ്, ഇരുതല വായ്ത്തലയുള്ള വാളാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഡു വാട്ട് എവർ ഹീ. വചനപ്രകാരം വ്യക്തിപരമായി പറഞ്ഞാൽ പല പാരിഷൻസ് നടന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പലയിടത്തും പല വെളിപ്പെടുത്തുന്നു. ഞാൻ പറയാം, അത് വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരോടും സഭയ്ക്കുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശം നമുക്കറിയാം. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്, സഭയുടെ അമ്മയാണ്. പിന്നെ ദൈവവചനം പാലിക്കാനായിട്ടുള്ള ഒരു വലിയ നിർദ്ദേശം അമ്മ നമുക്ക് നൽകിയിട്ടുണ്ട്. പല വെളിപ്പെടുത്തലും അമ്മയിലൂടെ ഉണ്ട്. പലർക്കും അത് വ്യക്തിപരമായിട്ടുള്ള പൊതുവായിട്ട് ഞാൻ പറയും, അമ്മ നമുക്ക് അമ്മയാണ്, സഭയുടെ അമ്മയാണ്, ഓരോ വിശ്വാസിയുടെ അമ്മയാണ്. അതാണ് യോഹന്നാൻ 19 നമ്മൾ കണ്ടത്. വീണ്ടും കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞൊരു വചനം ഇതാണ്, അവൻ പറയുന്നത് പോലെ, എൻ്റെ മകൻ പറയുന്ന പോലെ, യേശു പറയുന്നത് പോലെ, അല്ലെ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കുക എന്ന് മാത്രമാണ് പരിശുദ്ധ കന്യാമറിയം സഭയോട് പറയുന്നത്. ആരോടും പറയുന്നത്, എൻ്റെ അടുക്കിലേക്ക് വരുന്നവരോട് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നത് ഇപ്പം ദൈവവചനം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു വീഴും. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുന്ന ദൈവവചനം ധരിക്കണില്ല, ആയുധമില്ല, വാളില്ല നമുക്ക് തിന്മയോട് പോരാടാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ന് ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയുടെ പറഞ്ഞ എബ്രായർ 4:12 ദൈവവചനം ആക്റ്റീവാണ്, പാസീവല്ല. അത് നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട്, ഞാൻ പറയുക, ഈ ആൻജിയോപ്ലാസ്റ്റി ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം നടത്തുന്നതിലൂടെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സ്കാൻ ചെയ്യുക, അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ദൈവവചനം നമ്മുടെ ഉള്ളത്തെ സ്കാൻ ചെയ്യും, അതുപോലെ ഫിക്സ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഉള്ളിൽ വചനം അയച്ചവരെ സൗഖ്യമാക്കി ദൈവവചനം കടന്നു വന്നുകൊണ്ട് എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്, എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ട്, അസ്ഥിയിലും മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വചനം ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ മരുന്ന് ഡോക്ടറൊക്കെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കഴിച്ചോണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ വചനം ഉണ്ടായിരിക്കണം. ദൈവവചനം ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സുരക്ഷിതം മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മുടെ വിചാരങ്ങളെ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. സ്കാനിങ് മെഷീനിലെ പോലാണ്, എല്ലാം വ്യക്തമാണ്. അവിടുത്തെ കൺമുമ്പിൽ ദൈവം നമ്മളെ കാണുന്നത് ദൈവവചനം നമ്മളിലേക്ക് അയച്ചുകൊണ്ടാണ്. ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളെ കാണുകയാണ്, നമ്മളെ സ്കാൻ ചെയ്യുകയാണ്. അവിടുത്തെ കൺമുമ്പിൽ ഒരു സൃഷ്ടി, ഒരു സകലതും അനാവൃതവും വ്യക്തവുമാണ്. എക്സ്റേ മെഷീനിലൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല, MRI മെഷീനിൽ മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇതുപോലെ ദൈവവചനം ഒരു MRI മെഷീനാണ്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമായ നല്ല ബോധ്യത്തോടെയാണ് പറയുന്നത്. ദൈവവചനം കാണാൻ പഠിക്കുക എന്നുള്ളതല്ല. ഞാൻ പലപ്പോഴും പറയുമ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയില്ല, ആ വചനം കൊട്ടേഷൻ തെറ്റിപ്പോയില്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ തെറ്റി. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാണാ പഠിക്കാൻ ഒരിക്കലും വരരുത്. ഈ ബൈബിളിനെ കാണാ പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ അതൊന്നും കാണാ പഠിക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. നമ്മളത് അറിയണം, ദൈവഗീതം അറിയണം. നമ്മൾ വായിക്കുന്ന അനുകരിച്ച് നമ്മൾ അനുദിനം അന്നു വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഭാഗം കൂടിയാണ്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടത്, ഇന്നത്തെ വായന എസെക്കിയേൽ 2 എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, നീ ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവവചനം, ദൈവം പറഞ്ഞത് സംസാരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ. സ്വന്തം ബുദ്ധിയിലുള്ളതല്ല. നമുക്ക് പലതും തോന്നിയേക്കാം പലതും പറയാൻ. പക്ഷെ ദൈവം പറഞ്ഞത് അപ്പാടെ മാറ്റമില്ലാതെ മായം ചേർക്കാതെ പറയുന്നതാണ് പ്രവചനം, ദൈവവചനം. പ്രവാചകന്മാരെല്ലാം പണ്ട് അങ്ങനെയായിരുന്നു. ചിലരൊക്കെ അതിനിടയ്ക്ക് കള്ളപ്രവാചകൻ ചിന്തിച്ചു, കള്ളപ്രവാചന അമാസ്യ എന്നൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ നല്ല രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാറ്റി പറഞ്ഞവരൊക്കെ ഉണ്ട് പല രീതിയിലും. ദൈവവചനം എബ്രായർ പറയുന്നുണ്ട്, പത്രോസ്ലേഖനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവനെ പോലെ ആയിരിക്കട്ടെ ദൈവവചനം സംസാരിക്കുന്നവൻ. വ്യാഖ്യാനം ദൈവം അറിയുന്ന പോലെ ആയിരിക്കട്ടെ, മാറാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞാലേ നമുക്ക് ദൈവവചനം വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിനും ക്രിസ്തുവിൻ്റെ മനസ്സറിയണം. പരിശുദ്ധാത്മാവാണ് നൽകുക. അപ്പോൾ എസെക്കിയേലിനോടെന്ന് പറഞ്ഞതാണ്, അവനോട് പറഞ്ഞു, മനുഷ്യപുത്ര, 2-ാമത്തെ എസെക്കിയേൽ 2, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഓർക്കുക, ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവവചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ദൈവവചനം, ദൈവം പറയണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്തിനു വേണ്ടിയാ? നീ സംസാരിക്കുന്ന നിന്റെ ഉള്ളിലൂടെ നീ ചെന്ന് ഇസ്രായേൽ ജനത്തോട് പറയണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ നിൽക്കണം. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ്, വേർഡ് ഓഫ് ഗാഡ് ഈസ് ആക്റ്റീവ്. ചുമ്മാ ചെവി കൂടെ കേട്ടുകൊണ്ട് കണ്ണുകൊണ്ട് ചെവി കൂടെ അത് കേട്ടുകൊണ്ട് പുറത്തു പോകുന്നതല്ല, ഉള്ളിൽ നിലനിൽക്കുന്നതാണ്. ദൈവവചനം നമ്മളിൽ നിലനിൽക്കുന്നതാണ്, നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യപുത്രം, ഇതാ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ്, അവൻ പറഞ്ഞു എബ്രായർ 4:12, എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ചിന്തയിലും ആത്മാവിലും എല്ലാം. ജെറമ്യാ 31 പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും. ഇത് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നില്ലേ, നമ്മൾ ലോകത്തിൽ നിന്ന് കേട്ട പല കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളൊക്കെ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സാക്ഷിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ടും അടിക്കണം. ഇങ്ങനെയായിരുന്നു പണ്ട് മനസ്സിലെഴുതി വെച്ചിരുന്നത്. അത് മായിച്ചു കളഞ്ഞിട്ട് ഞാൻ പുതിയ നിയമം ഇവിടെ, സ്നേഹത്തിൻ്റെ നിയമം, ദൈവ നിയമം. എന്താ? എൻ്റെ നിയമം, സ്നേഹത്തിൻ്റെ നിയമം അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. എൻ്റെ നിയമം, അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവരിനിയും അവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. എലീശ പറഞ്ഞു, എൻ്റെ വാക്കുകൾ, യോഹന്നാൻ 15:7, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ, കടന്നു പോകുന്നതല്ല, നിലനിൽക്കുന്ന ഉള്ളിൽ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. എൻ്റെ വചനം പാലിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ പിതാവും പുത്രനും അവനിൽ വന്ന് വാസമുറപ്പിക്കും. യോഹന്നാൻ 14:23. ഞാൻ പറയും, നമുക്കുള്ള ഏറ്റവും വലിയ കുറവ്, ഒരു ക്രിസ്ത്യാനിക്കുള്ള, അല്ലെങ്കിൽ കത്തോലിക്കിന് ഞാൻ പറയും ഏറ്റവും കുറവ്, വചനം വായിക്കത്തില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ചടങ്ങുകളെല്ലാം ഉണ്ട്, വചനം വായിക്കും. ഇതാണ് നമ്മുടെ തകർച്ച. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ദൈവം നമ്മളെ നേരെയാക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. സംഗീതം 119 പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, എനിക്ക് വളഞ്ഞ വഴികൾ ലോകത്തുള്ളതിനാൽ, അല്ലെങ്കിൽ ഇരുട്ടുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നടത്തണമേ എന്ന്. അങ്ങയുടെ വചനം, സംഗീതം 119:9 പറയുന്നുണ്ട്, യുവാവ് എങ്ങനെ, ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുകുഞ്ഞ് വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നയിക്കുക? വടികൊണ്ടടിക്കാം. ഞാൻ പറഞ്ഞു, പണ്ട് കുറേ അടിമേടിച്ച വ്യക്തിയാണ് ഞാൻ. ഒന്നും നേരെയായില്ല, വഷളായതേ ഉള്ളൂ. കുറെ കഴിയുമ്പോൾ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ ഉള്ളിലായി. അടിക്കട്ടെ, നമ്മൾ വഴക്ക് പറയണം, അടിക്കുകയൊക്കെ വേണം, പക്ഷേ ദൈവവചനം പാലിക്കും. യുവാവ് എങ്ങനെ അവൻ്റെ മാർഗങ്ങൾ നിർമ്മലമാക്കും. സംഗീതം 119:9 പറയുന്നത്, യുവാവ് എങ്ങനെ അവൻ്റെ മാർഗങ്ങൾ നേരെയാക്കും എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ എങ്ങനെയാണ് നന്നാക്കിയെടുക്കുക. നമ്മൾ ധ്യാനം കൂടാൻ പറയും, പിള്ളേർ പോയി ധ്യാനം കൂടാൻ പറയും. ഇതിൻ്റെ കാര്യം ഇതാണ്. സംഗീതം 119:9, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്, ദൈവവചനം വ്യാപരിച്ചുകൊണ്ട്, ദൈവവചനം പാലിക്കുന്നതുകൊണ്ട് മാത്രമാണ് യുവാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ്റെ ജീവിതം, ചെറുപ്പക്കാരിയുടെ ജീവിതം നേരെ വരുന്നത് ദൈവവചനത്തിലൂടെ മാത്രമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു,
അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ജഡത്തിൻ്റെ പാപങ്ങളല്ലേ, ഒത്തിരി പ്രലോഭനങ്ങൾ വരും. അപ്പം ജഡത്തിൻ്റെ എൻ്റെ പാപം, അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു. നമ്മൾ സാധാരണ പുസ്തകമൊക്കെ വായിക്കാം, അതെല്ലാം നമ്മളെ കടന്നു പോകും, ഓർമ്മയിലേക്കൊക്കെ നിന്നില്ല പോകും. പക്ഷെ ദൈവവചനം അങ്ങനെയല്ല. ഓർമ്മയിലില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ MRI പോലെയാണ് നമ്മുടെ ഉള്ളിൽ. അല്ലെങ്കിൽ നമ്മുടെ ഈ വചനം അയച്ചുകൊണ്ട് ഫിക്സ് ചെയ്യുന്ന അല്ലേ കർത്താവ്, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. പുറപ്പാട് 26 ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മരുഭൂമിയില്ല, ഹോസ്പിറ്റലില്ല, ഡോക്ടറില്ല, മരുന്നില്ല, ഒന്നുമില്ല. ഇതാ ദൈവമായ കർത്താവ് പറയാണ്, ഇല്ല, നിങ്ങൾ എൻ്റെ വചനം നിയമാവർത്തനത്തിൽ പലപ്പോഴും ചിന്തിച്ചതാണിത്. ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലേക്ക് ചിന്തയാണ്. നിയമാവർത്തനം 6 ഇങ്ങനെ പറയുന്നത്, ഇസ്രായേൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, 10 കൽപ്പന കൊടുത്ത് പറഞ്ഞാണ്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. പുസ്തകത്തിലുണ്ട്, അത് ആരെങ്കിലുമൊക്കെ അന്ന് എഴുത്ത് പലകയിൽ അല്ലെങ്കിൽ താളിയോലയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കാണും, അല്ലെങ്കിൽ ചുരുളിൽ എഴുതി കാണും. മോശയ്ക്ക് കർത്താവ് കൽപ്പനകൾ എഴുതി കൊടുത്തു. കൽപ്പനകളല്ല, ഹൃദയത്തിൽ എഴുതാൻ ആണ് പത്രോസ് പറഞ്ഞത്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി. ഇതാ ഞാനിത് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പലപ്പോഴും ചിന്തിച്ചാകട്ടെ, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഞാനെൻ്റെ അനുഭവം ഓർക്കുന്നത്, പണ്ടൊക്കെ ഈ ഫ്ലോറിഡയ്ക്ക് സമയത്തൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ കരുണയുടെ ഈ ജപമാല പ്രാർത്ഥന ദൈവവചനമാവട്ടെ നമ്മൾ വചനമാണ്. ജപമാല പ്രാർത്ഥന നമ്മളൊന്ന് ചിന്തിച്ചു, ചുമ്മാ വല്ലതും പകരം ചുമ്മാ ഇങ്ങനെ ഈ കൊന്തയൊക്കെ ഉരുട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ആൾക്കാർ. പക്ഷേ അത് ദൈവവചനമാണ്. ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞതും എലിസബത്ത് പറഞ്ഞതും മറിയം ആ മേഖലയാണ്, ദൈവവചനമാണ്. ദൈവം മനുഷ്യനായി അവതരിക്കാനായിട്ട് ദൈവം അരുളി ചെയ്ത വാക്കാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു വചനത്താല്. പക്ഷെ ദൈവം വീണ്ടും പറയാണ്, ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കാൻ വേണ്ടി അയച്ച വചനങ്ങളാണ് ജപമാലയിലുള്ള വചനങ്ങൾ. വീണ്ടും പറയാണ്, ദൈവം മനുഷ്യനായി അവതരിക്കാനായി ദൈവം അരുളി ചെയ്ത വാക്കുകളിൽ അത് ദൈവം ഇടപെട്ട മറിയത്തോടും, ഗബ്രിയേൽ മാലാഖയുടെ മറിയത്തോടും, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയത്തോടും മറിയം ഇടപെട്ട മേഖലകളാണ്. അവിടെയാണ് ജപമാല. ഇത്രയും വലിയ ശക്തിയുള്ള ഒരു പ്രവൃത്തിയില്ല. ദൈവം മനുഷ്യനായി വരാനായിട്ട് ദൈവം അയച്ച വചനങ്ങളാണ് ജപമാല. നോർത്ത് ഇത് ഹൃദയത്തിൽ നിന്ന് എഴുതി വെക്കുക, ചുമ്മാ ഉരുട്ടിക്കൊണ്ടിരിക്കുകയല്ല. ആ വചനങ്ങൾ ഇന്ന് നിയമാവർത്തനം പറഞ്ഞതുപോലെ നമ്മുടെ യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്നൊക്കെ പറഞ്ഞു, കിടക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വചനം പാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന ദൈവവചനമാണ്. ലൂക്കാ 1 ഞാൻ അതേക്കുറിച്ച് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് പൂർണ്ണമായും ദൈവവചനമാണ്. അത് നമ്മുടെ വചനം. അത് ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പറഞ്ഞു വീണ്ടും, ദൈവം മനുഷ്യനായി വരാനായിട്ട് ഇടപെട്ടപ്പോൾ ദൈവം അയച്ച വചനങ്ങളാണ്. ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ, മനുഷ്യരുടെ വ്യാപരിക്കുമ്പോൾ വളരെ ശക്തി. കാരണം പിശാചിനെതിരെ, കാരണം സാത്താന് പിശാചായിട്ട് അല്ലെങ്കിൽ മാലാഖ പിശാചായിട്ട് മാറുന്നത് അവിടെയാണ്. ദൈവം മനുഷ്യനായി വരുമ്പോൾ മനുഷ്യനാകുന്ന ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചില ദൂതന്മാർക്ക് ലൂസിഫറിനത് പിടിച്ചില്ല. ജപമാല പിശാചിനെതിരെയുള്ള ആയുധം എന്ന് പറയാൻ കാരണം ഇതാണ്. ഒന്നുകൂടെ ഓർക്കുക. ദൈവം മനുഷ്യനായി വരുമ്പോൾ അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ലൂസിഫറിനത് പിടിച്ചില്ല. മനുഷ്യനെ ആരാധിക്കണമോ? ദൈവവും മനുഷ്യനുമാണ് യേശു. അത് ദൈവിക ജ്ഞാനത്തിലല്ലാതെ സ്വന്തം ബുദ്ധിയെ ചിന്തിച്ച് ഈ ലൂസിഫർ സാത്താനായിട്ട് മാറി. നമുക്കറിയാം, ദൈവവചനം പാലിക്കാതെ പോയപ്പോൾ. അപ്പോൾ ആ വചനം തന്നെയാണ് പരിശുദ്ധ കന്യാമറിയം. ആ മറിയത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം പുത്രനായി അവതരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വന്നതാണ്. അതായത് ദൈവം മനുഷ്യനായി, പിശാചിന് ഏറ്റവും പേടിയുള്ള, കാരണം ആ ഒരു മേഖലയാണ് മാലാഖ പിശാചായിട്ട് മാറിയത്. ദൈവം മനുഷ്യനായി വരുമ്പോൾ അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ജപമാല പ്രാർത്ഥനയിൽ ദൈവം മനുഷ്യനായി വരാൻ വേണ്ടി അയച്ച വചനങ്ങളാണ് ജപമാല പ്രാർത്ഥന. ഉടനീളം പിശാചിനെതിരെ ജപമാലയില്ല, പിശാച് വിട്ടുപോകുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് പ്രിയമുള്ളവരെ. അവൻ അലിഞ്ഞു പോകും.
മണ്ണ് മഴ പെയ്യുമ്പോൾ മണ്ണ് അലിഞ്ഞു പോകുന്നത് പോലെ ഉറാബഹമലഹതാരിയ. ദൈവവചനത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ദൈവവചനത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ പിശാച് നിൽക്കാൻ പറ്റും, അലിഞ്ഞു പോകും. അവിടെ ദൈവവചനം നമ്മൾ ചിന്തിക്കുന്നതാണ്. എസെക്കിയേലോട് പറയുകയാണ്, നീ പറയുക. അവനോട് പറഞ്ഞു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുക്കിലേക്ക് അവരും, യഹൂദ ജനത്തെക്കുറിച്ച് പറയാണ്, അവരുടെ പിതാക്കന്മാർ ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കത്തില്ല. കേൾക്കേണ്ട ആവശ്യമെന്ന് പറയും. അവർ കേട്ടാലും കേൾക്കാൻ അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയും എന്ന് പറയുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ ദൈവം, നമ്മുടെ അവസാന അന്ത്യവിധി നാളിൽ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒറ്റ ചോദ്യം, ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ എന്താണ് അവരോട് പറയാഞ്ഞത്? അതുപോലല്ലേ അവർ നഷ്ടപ്പെട്ടു പോയതെന്ന് ഒരു ചോദ്യം എൻ്റെ മേൽ വരാതിരിക്കാൻ ആ ഒരു ചിന്ത എനിക്കുള്ളത്. വചനമാണിതും. ഞാൻ നിന്നോട് പറഞ്ഞ ഇല്ല, എൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നീ അവരെ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. എസെക്കിയേലിനോട് തന്നെ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അതിന് ഉത്തരവാദിയാക്കും. പ്രിയമുള്ളവരെ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. സിൻ ഓഫ് ഒമിഷൻ. ഇത് നമുക്കുള്ള പണിയൊന്നുമല്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം ഒന്നും പറഞ്ഞ കാര്യം. നമ്മളേറ്റവും വലിയ അന്ന് ശിക്ഷാവിധിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് അഹംഭാവത്തിന് വകയിൽ അതിൻ്റെ കടമയാണ്. 1 കൊരിന്ത്യർ 9 പൗലോസ് പറഞ്ഞാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ശിക്ഷാവിധിക്കും കാരണം ഇതാണ്. നമ്മൾ പറയേണ്ട ചിലരോട് ദൈവവചനം പറയുക മാത്രമല്ല, ദൈവവചനത്തിലൂടെ അവരെ ദൈവത്തേക്ക് അടുപ്പിക്കാൻ നമ്മൾ പ്രവർത്തിച്ചിട്ടുമില്ല. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ ഈശോ പറഞ്ഞു, മത്തായി 22 ഇങ്ങനൊരു വചനം പറഞ്ഞിട്ടുണ്ട്. മരിച്ച യഹൂദരുടെ ഇടയിൽ തർക്കം ഉണ്ടായപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ്, മരിച്ചവർ ഉയർക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മത്തായി 22:29 യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സഭയ്ക്കോ വ്യക്തികൾക്കോ വിശ്വാസിക്കോ തെറ്റുപറ്റുന്നതിൻ്റെ കാരണം എന്താ? ദൈവം എന്താ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ജെറമിയ പറഞ്ഞു, ഈ ജനത്തിന് 2 തെറ്റുപറ്റിയിരിക്കുന്നു. 1, ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സംഭരിക്കാൻ സാധിക്കാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. ദൈവത്തിൻ്റെ വചനമായ ജീവജലത്തിൻ്റെ അരുവി അത് തള്ളിക്കളഞ്ഞു. സ്വന്തമായ കാര്യങ്ങൾ, അതിൻ്റെ വെള്ളം സംഭരിക്കാൻ പറ്റാത്ത പൊട്ടക്കിണർ കുഴിച്ചാണ്. അത് ഉണങ്ങിപ്പോയി. വെള്ളം ചൂട് വന്നപ്പോൾ ഉറവയുള്ളിടത്താണ്, എത്ര ഉറവയുണ്ടെങ്കിൽ അത് വീണ്ടും എത്ര വേനൽക്കാലത്തും ആ വെള്ളം ഒറ്റിയിലും പറ്റത്തില്ല. പ്രിയമുള്ളവർ, സുവിശേഷത്തിൽ നിന്ന് മർക്കോസ് 6 ഇത് തന്നെയാണ് ഈശോ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലെ ഇടവകയിൽ ഒരു പ്രവാചക ദൗത്യം നമുക്കുണ്ട്. പക്ഷെ ആരും നമ്മളെ അംഗീകരിക്കില്ല, നമ്മളെ ഓട്ടിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെയെങ്കിലും വേണ്ട, അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ഈ ഇടവകയിലേക്ക് ഇത് വരണ്ട, ഇവിടെയെങ്ങൊന്നും പറയണ്ട, ഇത് അങ്ങ് പൊക്കോ, ഇവിടെയെങ്കിലും പറയണ്ട, വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞു. ഇത് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, ഇതുണ്ടാകും. ഇത് നമ്മുടെ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ദൗത്യമുണ്ട്. കുടുംബത്തിലുണ്ട്, ഇടവകയിലുണ്ട്, സമൂഹത്തിലുണ്ട്, ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെയും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതെന്തിനാ ഇങ്ങനെ ഈ വചനമൊക്കെ പറഞ്ഞ് അയക്കുന്ന വാട്സാപ്പിൽ. പക്ഷേ എൻ്റെ ഉള്ളിൽ പലപ്പോഴും ജ്വലിക്കുകയാണ്, എൻ്റെ ദൈവമേ, നീ എന്നോട് കണക്ക് ചോദിക്കുന്നൊരവസ്ഥ. നമ്മുടെ ഉള്ളിൽ ഈ ഒരു ജ്വലനം ഉണ്ടാകണം. നമ്മൾ വചനം ജീവിക്കണം. ഞാൻ പറയരുത്, വചനം ജീവിക്കണം മാതൃകയായ മറ്റുള്ളവർക്ക്. പിന്നെ നമുക്ക് ആവുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. എവിടെയെങ്കിലുമൊക്കെ എന്നോട് പലമാരുണ്ട്, എൻ്റെ ബ്രദറെ, അന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മർക്കോസ് 6 യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി, സ്വന്തക്കാരുടെയും പരിചയക്കാരുടെയും ഇടയിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു. എന്താ പറഞ്ഞു? ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ പണ്ട് നമ്മുടെ ഇടയിൽ കൂടെ പണ്ട് നടന്നവനല്ല. എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുവാനാണ് ഇവനെക്കുറിച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നത് നമുക്കറിയാം. ഇവനെ കേൾക്കാൻ ഇവനൊക്കെ ചുമ്മാ പറയുന്നു. ഇത് തന്നെയാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്.
ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? മരപ്പണിക്കാരൻ, ഇവൻ ആശാരിയുടെ മോനല്ലേ? ഇവൻ നമ്മളോട് പറയാൻ ഇവൻ ആരാ? ഇവനെ നമുക്കറിയാമല്ലോ. ഇത് നമുക്ക് ഉണ്ടാവും ഈ അനുഭവം. പക്ഷേ അവിടെയാണ് ഇന്ന് എസെക്കിയേൽ പറഞ്ഞത്, അവർ ധിക്കാരികളുടെ എന്ന് പറയുമ്പോൾ ആരെയും നമ്മളവരെക്കാൾ മെച്ചമാണെന്നല്ല, നമ്മുടെ എല്ലാ ഉള്ളിലും, നമ്മളീ പറയുന്ന നമ്മളുടെ ഉള്ളിലും ധിക്കാരം ഉണ്ടായിരുന്നു ഒരിക്കലും. നമ്മൾ പറഞ്ഞില്ലേ, വചനം ബൈബിൾ കൈപ്പിടിച്ച് നടക്കുന്നവരെയൊക്കെ പുച്ഛത്തിൽ നോക്കിയിരുന്ന കാലഘട്ടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ദൈവവചനം. നമ്മൾ പറഞ്ഞ കത്തോലിക്ക സഭയിൽ ദൈവവചനത്തിൻ്റെ ആ കുറവ് ഒരിക്കലും ഉണ്ടായിരുന്നു, ഞാൻ അംഗീകരിക്കുന്നത്. അത് ഇന്ന് പൂർണ്ണമായും എല്ലാ ആയുധങ്ങളും, വിശുദ്ധ കുർബാനയും പരിശുദ്ധ കന്യാമറിയവും വലിയ നമ്മൾക്ക് സഭയിലുള്ള പാരമ്പര്യങ്ങളും ഇന്ന് ദൈവവചനവും കൂടെ ആയപ്പോൾ ഇന്ന് വലിയൊരു ആയുധമായി സാത്താൻ ഭയപ്പെടുന്ന ഒരു ശക്തിയായി കത്തോലിക്ക സഭ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഓരോരുത്തരും സഭയിൽ പറഞ്ഞാൽ അവിടെ ഇവിടെ വചനം പ്രഘോഷിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും ഓരോ വിശ്വാസിയും ദൈവവചനത്താൽ നിറയണം. ഒരു വാളാണ് തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് ഒക്കെ വരണം. ഇവനെ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാർ ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി, അവനെ തള്ളിക്കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റു അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. വിശുദ്ധ കുർബാനയിൽ സത്യസത്യമായി ജീവിക്കുന്നവനെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ വചനം മാംസമായി, വചനത്തിൻ്റെ പൂർത്തീകരണമാണ് കൂദാശയായി വിശുദ്ധ കുർബാനയായി അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് വരെയും കൂദാശയായി ഭൂമിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ കൂദാശയായി കാണപ്പെടുന്ന അപ്പത്തിൻ്റെ കാണപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ. എന്നാൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ ഉത്ഥാനം ചെയ്ത അത്ഭുതകരമായ ശക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ചരിക്കുന്ന, വിളിക്കുമ്പോൾ കടന്നു വരുന്ന, വിശ്വാസത്തെ നമ്മൾ വിളിക്കുമ്പോൾ ബോധത കടന്നു വരുന്ന ജീവിക്കുന്നവനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.